പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ ഈ അൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഈ 3 മണി സമയം കർത്താവ് നിന്റെ കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട്, നിന്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് താ നിന്റെ മുമ്പിൽ ഞങ്ങളായിരിക്കുന്നു. ഈശോയെ, നിന്റെ സ്നേഹവും കരുണയും ഞങ്ങളുടെ ജീവിതങ്ങളിൽ അനുഭവേദ്യമാകത്തക്ക വിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കാൽവരിയിൽ നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ മഹത്തായ ആ വലിയ കരുണ അതെന്നും അനുഭവിക്കത്തക്ക രീതിയിൽ അതിൽ ആശ്രയം വയ്ക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു നിമിഷത്തിൻ്റെ 1 മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവിൽ നിന്ന് യാചിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ അനന്തമായ കരുണ നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമായത് യേശുക്രിസ്തുവിലൂടെയാണ്. മനുഷ്യനായി അവതരിച്ച് നമ്മളെപ്പോലെ ഒരുവനായി ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ആ ഒരു സന്നിധിയിൽ എത്തിക്കുവാനായിട്ട് പിതാവിൽ നിന്ന് ലഭിച്ച ദൗത്യം പൂർത്തീകരിച്ച ഈശോയെ നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ ഈശോയുടെ മലയിലെ പ്രസംഗം നമുക്ക് കാണാൻ പറ്റും. ഓരോ മനുഷ്യരും എപ്രകാരമായിരിക്കണമെന്നും അവൻ്റെയൊക്കെ ജീവിതം അല്ലെങ്കിൽ അവൻ്റെ ജീവിതം ഏറ്റവും കൂടുതൽ സന്തോഷകരമാകണം, അതൊരു പൂർണ്ണതയിലേക്ക് വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനാവശ്യമായ ഓരോ തത്വങ്ങളും ആശയങ്ങളും ദൈവം നമുക്ക് പറഞ്ഞു തരുന്നത് കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള തിരുവചന ഭാഗത്ത് ഈശോ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: ആരെയും വിധിക്കാൻ പാടില്ല, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്നു കിട്ടും. ഈശോയുടെ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ സംഭവിക്കാറുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവരെ വിധിക്കുക. മറ്റുള്ളവരുടെ കുറവുകളോ കുറ്റങ്ങളോ കണ്ടുപിടിച്ച് അവരിങ്ങനെയാണ് എന്നുള്ള ഒരു ലേബൽ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ ചാർത്തി കൊടുക്കാറുണ്ട്. വചനത്തിലൂടെ കർത്താവ് പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുത്. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്നു കിട്ടും. വളരെ മനോഹരമായ ഒരു ഹ്രസ്വചിത്രമുണ്ട്. ഒരു കൊച്ചുകുട്ടി എല്ലാ ദിവസവും ക്ലാസ്സിൽ താമസിച്ച് വരുമ്പോൾ താമസിച്ച് വന്നതിൻ്റെ പേരിൽ പഠിപ്പിക്കുന്ന മാസ്റ്റർ എല്ലാ ദിവസവും ആ കുട്ടിക്ക് പണിഷ്മെൻറ്റ് കൊടുക്കും. അവൻ്റെ കൈ നീട്ടി കയ്യിൽ നല്ല അടി വെച്ച് കൊടുത്തിട്ടാണ് അവനെ ക്ലാസ്സിലേക്ക് കയറ്റിയിരുത്തുക. എല്ലാ ദിവസവും താമസിച്ച് വരുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ പരിഹാസപാത്രമായി അവൻ കൈനീട്ടി അടിമേടിച്ച് സങ്കടത്തോടെ അവൻ്റെ സ്ഥാനത്ത് പോയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ മാസ്റ്റർ ക്ലാസ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ മാസ്റ്റർ കാണുന്നത് അവൻ്റെ സ്വന്തം അപ്പൻ വീൽ ചെയറിലാണ്. നടക്കാൻ പോലും വയ്യാതെ അപ്പനെ തള്ളി വീട്ടിൽ കൊണ്ടാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതിന് ശേഷം
അവൻ തൻ്റെ ബാഗും എടുത്ത് സ്കൂളിലേക്ക് ഓടി വരികയാണ്. സ്കൂളിലേക്ക് കയറി വന്ന് അതിനുശേഷം ആ മാസ്റ്ററിൻ്റെ മുമ്പിൽ അടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് കൈ നീട്ടുന്ന ആ മകനെ കാണാൻ പറ്റും. അവൻ്റെ വിഷമം മനസ്സിലായി ആ മാസ്റ്റർ അവൻ്റെ കയ്യിലേക്ക് വടി കൊടുത്തിട്ട് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നുണ്ട്. ആ ഒരു ഹ്രസ്വ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും മറ്റുള്ളവരെ അവരായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കുവാനോ അംഗീകരിക്കുവാനോ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കാൻ പോലും നമ്മൾക്ക് നേരമില്ലാതെ മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ പോകാറുണ്ട്. പക്ഷെ പറയുന്നത്, നിങ്ങൾ വിധിക്കാൻ പാടില്ല. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. അതുകൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അംഗീകരിക്കുവാനും അവരുടെ കുറവുകളോടുകൂടെ അവരെ ചേർത്ത് പിടിക്കാനും തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുക. ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നു നമ്മൾ പറയും. ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പാപികളാണെങ്കിലും പാപത്തിൻ്റെ അവസ്ഥയിലും നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ദൈവം. ഇത്രമാത്രം ദൈവം കരുണ കാണിക്കുന്നത് ഓരോ പാപിയോടും ദൈവം കാണിക്കുന്ന ഏറ്റവും മഹത്തായ സ്നേഹമാണ്. അവൻ എന്തായിരിക്കുന്നുവോ, അവൻ ചെയ്ത പാപങ്ങളെക്കുറിച്ചല്ല, മറിച്ച് അവൻ എൻ്റെ സ്വന്തം പുത്രനാണ്, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം പുത്രിയാണ്. ആ ഒരു സ്നേഹത്തോടെ അവനായിരിക്കുന്ന അവസ്ഥയിൽ ചേർത്ത് പിടിക്കുന്ന ദൈവം. അപ്പോൾ ആ ഒരു വലിയ മനോഭാവത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരണമെന്നുള്ള കാര്യമാണ് വചനം പഠിപ്പിക്കുക. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ, കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുക. അതിൻ്റെ അർത്ഥം നമ്മളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത് പോലെ കരുണ കാണിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. മറ്റുള്ളവരെ വിധിക്കുകയോ അവരെ തകർക്കാനായിട്ടുള്ള രീതിയിലുള്ള സംസാരമോ ഒന്നുമല്ല നമ്മൾ ദൈവം പ്രതീക്ഷിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം പ്രതീക്ഷിക്കുന്നത് സ്നേഹത്തോടെ എല്ലാവരോടും അവർക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിഗണനയും സ്നേഹവും ബഹുമാനവും ആദരവും കൊടുക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം. പ്രകാരം നമ്മുടെയൊക്കെ മാനുഷിക ബന്ധങ്ങളിൽ നമുക്ക് ഇടപെടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഒത്തിരി സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. ദൈവം നമ്മളോട് വചനത്തിലൂടെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പരസ്പരം സ്നേഹിക്കുക, പരസ്പരം ക്ഷമിക്കുക. എന്തിനു വേണ്ടിയാണ് ദൈവം ഇത്രമാത്രം ഒരു ത്യാഗമൊക്കെ സഹിച്ച് നമ്മൾ ഇത്രയും കാര്യം പഠിപ്പിച്ചത്? ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള പ്രധാനപ്പെട്ട രഹസ്യം നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി ആയിരിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം, നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ദൈവം നമ്മളോട് പറയുകയാണ്, നീ പൂർണ്ണമായിട്ടും ക്ഷമിക്കുക. മനസ്സിലെ വെറുപ്പും വിദ്വേഷം വെച്ച് പുലർത്താൻ പാടില്ല, വിധിക്കാൻ പാടില്ല. ഇതെല്ലാം ഈശോ പഠിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട സന്തോഷം നമുക്ക് നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ വചനത്തിൽ പറയുന്നത് പോലെ, നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് എങ്ങനെ പറയും? പലപ്പോഴും നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പരിശ്രമം മറ്റുള്ളവരെയൊക്കെ നന്നാക്കാനും മറ്റുള്ളവരെയൊക്കെ മാനസാന്തരപ്പെടുത്തിയൊക്കെ അവരെ നേർവഴിക്ക് നയിക്കുവാനൊക്കെയാണ് നമ്മൾ ഒത്തിരിയേറെ പരിശ്രമിക്കും. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുമാത്രം മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കാതെയാണ് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പോകും. പലപ്പോഴും നമ്മൾ അവരെയാണ് വിധിക്കുക. അപ്രകാരം ഒരു മനോഭാവത്തിലേക്കല്ല, മറിച്ച് ദൈവിക മനോഭാവമായ സ്നേഹവും കരുണയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിറയുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്നുള്ള കാര്യം വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് വചനത്തിലുടനീളം നമ്മൾ കാണുന്നൊരു കാര്യം. ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും ഒക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മുടെ ജീവിതം ഒത്തിരി ആത്മീയ സന്തോഷം, ആത്മീയ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. 119 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പരിപൂർണ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ കാരുണ്യത്തിനായി യാചിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനത്തിനൊത്തവിധം എന്നോട് കൃപ തോന്നണമേ. കാരണം ഇത്രമാത്രം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ അഭയം പ്രാപിക്കാൻ സങ്കീർത്തകനെ പ്രേരിപ്പിച്ചത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ്. ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം. അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം. പ്രിയപ്പെട്ടവരെ,
അപ്രകാരം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെ സമ്മർദ്ദങ്ങളുടെ നടുവിലും ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ഒക്കെ നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ കരുണയോടെ, സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ എല്ലാവരോടും പെരുമാറാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കരുണ അത് ഏറ്റവും കൂടുതലായിട്ട് അനുഭവിക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതങ്ങളിൽ ആഴത്തിലിറങ്ങുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് പ്രത്യേകമായി നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കർത്താവെ വിധിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കുവാനും അതിജീവിക്കുവാനും കരുണയോടെ, സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവികാരനാഥന സന്നിധിയിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തെയും നമ്മുടെ ആത്മീയ ജീവിതത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ച്, കർത്താവെ ഈ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, ഞങ്ങളുടെ സ്നേഹബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ നിന്റെ സ്നേഹവും സന്തോഷവും കരുണയും ഒക്കെ നിറയുവാൻ ഇടവരുത്തണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും എല്ലാം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈശോയെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ നിയോഗങ്ങളും നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണയാൽ നിറച്ച് അവരുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും വളരുവാനായിട്ടുള്ള വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്നിൽ മാത്രമാണ് ഞങ്ങളുടെ രക്ഷ. ഇത് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ നിന്റെ ആശീർവാദത്തിനായി ഞങ്ങൾ നിന്റെ മുമ്പിലായിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവ് ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.